എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് 165-ാമത്തെ എപ്പിസോഡാണ്. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് റിവ്യൂവിനെ സംബന്ധിച്ചവരെ 15-ാമത്തെ വീഡിയോ ആണ് ഇത്. ഇപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, അതായത് പ്രേയർ തെറാപ്പി. ഇപ്പം നമ്മൾ ഏൻഷ്യൻ ടൈമിനെ കുറിച്ച് അപ്പോൾ ഉള്ള ഹീലിംഗ് പ്രോസസ്സൊക്കെ എന്തുവാന്ന് നമ്മൾ നല്ല രീതിയിൽ കണ്ടു. പലരും പല നാട്ടിലും പല രീതിയിലും എങ്ങനെയൊക്കെയാണ് ഈ ഹീലിംഗ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അത് ഏൻഷ്യൻ ടൈം, പഴയ കാലം. ഇപ്പം നമ്മൾ നോക്കുന്നത് 5-ാമത്തെ ചാപ്റ്ററാണ്, അതായത് മെൻ്റൽ ഹീലിങ്സ് ഇൻ മോഡേൺ ടൈംസ്. മോഡേൺ ടൈംസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത്, ഈ അടുത്ത കാലത്തൊക്കെ അതിൻ്റെ മാറ്റങ്ങൾ, ഓരോ ലെവലിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രേയർ തെറാപ്പി. സോ മാഗ്നറ്റ് വെച്ച്, അമുലേറ്റ് വെച്ച്, ഏലസ് കെട്ടി, ചരട് പൂജിച്ച് കെട്ടി, മന്ത്രങ്ങൾ ചൊല്ലി പല രീതിയിലും ഹീലിംഗ് നടത്തിക്കൊണ്ടിരുന്നു അക്കാലത്ത്. ചിലതൊക്കെ ഇക്കാലത്തും തുടരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു പുതിയതാണ്, അതായത് പ്രേയർ തെറാപ്പി. ഈ പ്രേയർ തെറാപ്പിക്ക് ഇനിയൊരു പേര് പറയുന്നത് മെൻ്റൽ ട്രീറ്റ്മെൻറ്റ്. അപ്പം ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അതിനെ എങ്ങനെ പ്രേയർ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ പ്രേയറിൽ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് വെച്ചാൽ അത് മൈൻഡിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പം ഈ പ്രേയർ തെറപ്പിക്ക് ഡോക്ടർ മർഫി തരുന്ന വേറെ 2 പേരുകളാണ് മെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് സയൻറ്റിഫിക് പ്രേയർ. ഈ സയൻറ്റിഫിക് പ്രേയർ എന്ന് പറയുന്നതേ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു പേരാണ്. എന്താണോ, സയൻസ് എന്ന് പറയുന്നത് ഒരു സൈഡും ഒരു വിഭാഗവും, പ്രേയർ, പ്രാർത്ഥന, റിലിജൻ എന്ന് പറയുന്നത് വേറെ ഒരു വിഭാഗവുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, പക്ഷേ അതങ്ങനെ ആവേണ്ട ആവശ്യമില്ല. അപ്പം ഈ സയൻറ്റിഫിക്കായിട്ട് നിങ്ങളെങ്ങനെ പ്രേ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം കിട്ടും എന്നുള്ളതാണ് ഡോക്ടർ മർഫിയുടെ എക്സ്പ്ലനേഷൻ, ഇവിടുത്തെ വിശദീകരണം. ഓക്കെ, അപ്പം നമുക്കതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം അതായത് ഈ പ്രേയർ തെറപ്പി എന്ന് പറഞ്ഞാൽ എന്തുവാ? അതായത് നമുക്ക് അത് കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ഉള്ള ഒരു നല്ല ഒരു അലൈൻമെൻറ്റാണ്. അലൈൻമെൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചേർച്ച. അതുമാത്രമല്ല, ഒരു സിൻക്രണൈസ്ഡ് ഹാർമോണിയസ് ഇൻ്റലിജൻറ്റ് ഫങ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം പ്രേയർ തെറപ്പി ഈസ് ദ സിൻക്രണൈസ്ഡ് ഹാർമോണിയസ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഫങ്ഷൻ ഓഫ് ദ കോൺഷ്യസ് മൈൻഡ് ആൻഡ് ദ സബ് കോൺഷ്യസ് മൈൻഡ്, സ്പെസിഫിക്കലി ഡയറക്റ്റഡ് ഫോർ എ ഡെഫിനിറ്റ് പർപ്പസ്. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തി. അപ്പോൾ ഇവിടെ കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ഒരു ഉടക്കില്ല, രണ്ടും ഹാർമോണിയസ് ആയിട്ട് പോകുന്നു, നല്ല ചേർച്ചയാണ്. ഈ ഒരു കാര്യത്തിൽ 2 മൈൻഡും തിങ്ക് ചെയ്യുന്നത് ഒരുപോലെയാണ്. അതിൻ്റെ അർത്ഥമാണ് സിൻക്രണൈസ്ഡ്. കോൺഷ്യസ് മൈൻഡ് ഒന്ന് തിങ്ക് ചെയ്യുക, സബ് കോൺഷ്യസ് മൈൻഡ് ഒന്ന് തിങ്ക് ചെയ്യുക, അങ്ങനെയല്ല. അതാവുമ്പം എന്തുവാ, അവർ തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും. ഇത് അങ്ങനെയല്ല. പ്രേയർ തെറപ്പിയിൽ കോൺഷ്യസ് മൈൻഡും ഒന്നിനെ ചിന്തിക്കുന്നു, സബ് കോൺഷ്യസ് മൈൻഡും അതേ തന്നെ ഉൾവാങ്ങുന്നു. അപ്പം 2 പേരും ഒരുപോലെ ഒന്നിച്ച് ഹാർമോണിയസ് ആയിട്ടെന്ന് വെച്ചാൽ വളരെ യോജിച്ച്, ഇൻ്റലിജൻറ്റ് ഫങ്ഷൻ എന്ന് വെച്ചാൽ ബുദ്ധിപൂർവം ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യം, സ്പെസിഫിക്കലി ഡയറക്റ്റഡ് ഫോർ എ ഡെഫിനിറ്റ് പർപ്പസ്. ഈ സ്പെസിഫിക്കലി ഡയറക്റ്റഡ് ഫോർ എ ഡെഫിനിറ്റ് പർപ്പസ്, ഇവിടെ ഡെഫിനിറ്റ് പർപ്പസ് എന്ന് പറയുന്നത് എന്തുവാ? നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു,
അതാണ് അതിൻ്റെ പർപ്പസ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നു എൻ്റെ മോൾക്ക് കല്യാണം നല്ല രീതിയിൽ നടക്കണം, നല്ല ഒരു ചെറുക്കനെ കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ മോന് നല്ല ഒരു ജോലി കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ മോള് ഫോറിനിലേക്ക് പോകണം, അവൾ വിസയൊക്കെ എടുത്ത് റെഡിയാക്കി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് ഇരിക്കുവാണ്. അപ്പോൾ അവൾക്ക് ഫോറിനിലൊരു ചാൻസ് കിട്ടണം, എൻ്റെ മോള് അബ്രോഡ് പോകണം, അവൾക്ക് അവിടെ നല്ല ഒരു ജോലി കിട്ടണം. ഈ പ്രെയർ എന്ന് പറയുന്നത് ഏതെങ്കിലും ആയിരിക്കാം, പക്ഷേ അത് ഡെഫിനിറ്റ് പർപ്പസ് എന്ന് വെച്ചാൽ ഇന്നതാണ്. എൻ്റെ മോൾക്ക് അവളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഇരിക്കുന്നത് ഒരു പ്രെയറേ അല്ല, ഒരു പ്രാർത്ഥന. പ്രെയർ എന്ന് പറയുന്നത് ഇവിടെ പ്രാർത്ഥന, അതൊരു പ്രാർത്ഥനയല്ല. കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയല്ല. കിട്ടണം, എൻ്റെ മോൾക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടണം, ഒരാഴ്ചയിൽ റിസൾട്ട് വരും, കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു വേഗം, ഒരു ആകാംക്ഷയോടെ നമ്മൾ നിൽക്കുന്നു. എപ്പോൾ റിസൾട്ട് വരും, എപ്പോൾ അവൾക്ക് കിട്ടും, എപ്പോൾ അവൾക്ക് പോകാം, വിസ വരെ റെഡിയായി വെച്ചിരിക്കുന്നു. അതാണ് ഒരു സ്പെസിഫിക് ഡെഫിനിറ്റ് പർപ്പസ്. അപ്പോൾ ഏതോ ഒരു ഉദ്ദേശത്തിന് വേണ്ടി, ഏതോ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒന്നിച്ച് ചേർന്ന് ചെയ്യുന്ന പ്രാർത്ഥനയാണ് പ്രേയർ തെറാപ്പി. പ്രാർത്ഥനയാണ് പ്രേയർ. അപ്പം അത് മുഖാന്തരം നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നു, അതാണ് പ്രേയർ തെറാപ്പി. ഓക്കെ. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉദിക്കുന്നു. അത് നമുക്ക് നടക്കണമെന്ന് ഒരു ആഗ്രഹം, അത് ഒരു ചെറിയ ആഗ്രഹമായിരിക്കാം, വലിയ ആഗ്രഹമായിരിക്കാം. അതിനെക്കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല. അതായത് നമ്മളുടെ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നോ അത്, നമുക്ക് എന്ത് വേണോ അത് ചെറുതോ വലുതോ എന്നൊന്നും പ്രപഞ്ചത്തിന് ഒരു കണക്കൊന്നുമില്ല. ഓക്കെ. അപ്പം നമുക്കാണ് അത്. ഇപ്പം ഇന്ന് വൈകുന്നേരം എനിക്കൊരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടണം, ഫസ്റ്റ് ഷോ പോയി കാണണം, അത് ചെറിയ ആഗ്രഹം. ഫോറിനിൽ എനിക്ക് ജോലി കിട്ടണം, അവിടെ പോകണം, അത് കുറച്ച് വലിയ ആഗ്രഹം ഇല്ലേ? അങ്ങനെയൊക്കെ ആഗ്രഹത്തിൻ്റെ അളവും കാര്യങ്ങളുമൊക്കെ മാറും, പക്ഷേ ആഗ്രഹം ഒന്നാണ്, അതാണ് ഡെഫിനിറ്റ് പർപ്പസ്. അപ്പം ആ ആഗ്രഹത്തിനെ കുറിച്ച് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും. അപ്പം ആ പ്ലാനിനെ സംബന്ധിച്ചവരെ നമ്മൾ എത്ര ദൂരം സിൻസിയറായിട്ട് ഉണ്ടോ, നമ്മളുടെ മാനസിക അവസ്ഥ എങ്ങനെ അതിനെ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ടുണ്ടോ, അതിനേറ്റ പോലെയാണ് നമുക്ക് ആ പ്രേയറിനെ സാധിച്ചെടുക്കാൻ പറ്റുന്നത്. അതായത് യുവർ പ്രേയർ ഈസ് ആൻസേർഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അത് നടന്നു എന്നർത്ഥം. ഓക്കെ. അപ്പം എന്തെങ്കിലും ഒന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അത് നടക്കും, പക്ഷേ അത് അങ്ങനത്തെ ആഗ്രഹമായിരിക്കണം. അതുമാത്രമല്ല, അത് നമുക്ക് ബുദ്ധിക്ക്, അതായത് കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ഒത്തുപോകുന്ന പോലെ ഇരിക്കണം. ഇപ്പം ഒരു വക പഠിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു 4ാം ക്ലാസ് പഠിച്ച ഒരാൾ, സുന്ദർ പിച്ചൈ ഇന്ത്യയിൽ നിന്ന് പോയ ആളാണ്, ഗൂഗിളിലെ CEO ആയി. എനിക്കും ആകാത്തെന്താ, ഞാനും ഒരു ഇന്ത്യൻ അല്ലയോ? അങ്ങനെ വിചാരിച്ചാൽ നടക്കുമോ? നടക്കാൻ പോകുന്നില്ല ഇല്ലയോ? അപ്പം നമ്മൾ അത് ചെറിയ ആഗ്രഹമാണെങ്കിലും വലിയ ആഗ്രഹമാണെങ്കിലും നടക്കുന്ന രീതിയിൽ നടക്കാൻ ഒക്കുന്ന ഒരു ആഗ്രഹമാണെങ്കിൽ അത് നടന്നിരിക്കും. ഓക്കെ. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളുടെ ഈ അതേപോലെ അസുഖങ്ങൾ മാറ്റാൻ ഹീലിങ്ങിന്. അപ്പം ഈ നമ്മൾ ആ ഹീലിംഗ് പവറിന് നമ്മൾ ആദ്യം നന്ദി പറയുക. ഹീലിംഗ് പവർ എവിടെ ഉണ്ട്? നമ്മുടെ അടിമനസ്സിലുണ്ട് ഇല്ലയോ? അപ്പം സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഹീലിംഗ് പവറിനെയാണല്ലോ നമ്മൾ ഇത്രയും നാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഹീലിംഗ് പവർ ഉണ്ട്. അപ്പം ആ ഹീലിംഗ് പവറിന് നമ്മൾ ആദ്യം താങ്ക്സ് പറയണം, നന്ദി പറയണം. ഓക്കെ. യു സേ താങ്ക്സ് ടു യുവർ ഹീലിംഗ് പവർ. ഓക്കെ. അപ്പം ആൻഡ് കീപ്പ് യുവർ മൈൻഡ്. ഇതിൽ ഇനിയൊരു കാര്യം പറയുന്നത്, ദറ്റ് യു നോ വിൽ കം ആൻഡ് ദെൻ യു കീപ്പ് യുവർ മൈൻഡ് ഓഫ്. അതായത് നമ്മൾ പറഞ്ഞിട്ട് അതന്നെ അങ്ങ് വിട്ടേക്കുക എന്ന് വെച്ചാൽ
അതിനേ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇത് പ്രേയർ തെറപ്പിയുടെ രീതിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, 24 മണിക്കൂറും അതേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അത് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ രാവിലെ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുക, രാത്രി ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് കത്തിച്ചൊന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് അതങ്ങനെ വിട്ടേക്കണം. ഓക്കെ. അപ്പം നമുക്ക് ആഫ്റ്റർ സം ഇൻട്രവൽ കുറച്ച് കഴിയുമ്പം അത് വീണ്ടും പ്രാർത്ഥിക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത്, രാവിലെ ഒരു പ്രാവശ്യം ഉറങ്ങി എണ്ണിച്ച ഉടനെ ബെഡിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, പിന്നെ കിടക്കാൻ പോകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചിട്ട് അങ്ങ് വിട്ടേക്കുക. അങ്ങനെ ആകുമ്പം ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒന്നിച്ച് ചേർന്ന് ആ കാര്യത്തിനെ നമുക്ക് നടത്തിത്തരും. ഓക്കെ. ഇതിൽ ഈ ഫെയ്ത്ത് ഹീലിംഗ് അടുത്തത്, ഇത് എല്ലാം ഒന്നോടൊന്ന് സംബന്ധിച്ചതാണ്. ഫെയ്ത്ത് ഹീലിംഗ്. ഈ ഫെയ്ത്ത് ഹീലിംഗ് എന്ന് വെച്ചാൽ, ഫെയ്ത്ത് എന്ന് വെച്ചാൽ എന്തുവാ? വിശ്വാസം, ഒരു ഉറച്ച വിശ്വാസം, ഇല്ലയോ? അപ്പം ഫെയ്ത്ത് ഹീലിംഗ് എന്ന് വെച്ചാൽ ഒരു ഫെയ്ത്ത്, ഒന്നിൻ്റെ പുറത്ത് ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ആ സാധനം നമ്മളുടെ അസുഖത്തിനെ മാറ്റിത്തരും. അതാണ് ഫെയ്ത്ത് ഹീലിംഗ് എന്ന് പറയുന്നത്. അതിൽ ഈ ഫെയ്ത്ത് എന്ന് പറയുമ്പം അതിൽ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് വേണ്ട. ഇപ്പോൾ അതാണ് ഇന്നലെയും നമ്മൾ നോക്കിയത്. അതായത് ഇന്നലെ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ടത് അതാണ്. അതായത് അതിൽ സയൻസ് ഇല്ല, റീസണിങ് ഇറ്റ് ഔട്ട് ഇല്ല, അതായത് ലോജിക്കില്ല. ഇപ്പം 2 + 2 4 നമുക്കറിയാം. അപ്പം എന്തുവാ, 2ൻ്റെ കൂടെ 2 ചേർത്താൽ 4, അപ്പം 4ൻ്റെ കൂടെ 2 ചേർത്താൽ 6. അത് 4 + 2 = 6 എന്ന് പറയുന്നത് ലോജിക്കാണ്. അപ്പം ഇവിടെ ഈ ഫെയ്ത്ത് ഹീലിംഗ് എന്ന് പറയുമ്പം അതിൽ ലോജിക്കില്ല. അതായത് എനിക്ക് ഈ ഇപ്പം സോറിയാസിസ് എന്ന് പറയുന്ന ഒരു സ്കിൻ ഡിസീസാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ നെഗറ്റീവ് കർമ്മ, പോയ ജന്മത്തെ അല്ലെങ്കിൽ മുൻ ജന്മത്തെ നെഗറ്റീവ് കർമ്മ കൊണ്ട് വരുന്ന ചില ഡിസീസസാണ്. അതിലൊന്നാണ് ഈ സോറിയാസിസ്. ഈ തോല് ഇങ്ങനെ ഉരിഞ്ഞു വരും, ഫ്ലേക്സ് ആയിട്ട് വരും, തല തൊട്ട് കാല് വരെ സ്കിന്നുണ്ട്. അപ്പോൾ സ്കിന്നിലുണ്ടാകുന്ന ഒരു അസുഖമാണ് അത്. അപ്പം ഇതൊക്കെ നമുക്കെവിടെ മാറാൻ പോകുന്നു? ഈ ജന്മം ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവർക്ക് ഒരു നാളും അത് മാറാൻ പോകുന്നില്ല. അതേസമയത്ത് ഇതൊക്കെ ലൈഫ് ലോങ് ഡിസീസ് എന്ന് പറയുന്നു, ലൈഫ് ലോങ് നമ്മൾ കൊണ്ട് നടക്കണമെന്ന് പറയുന്നു. എന്നാലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വിലയില്ലയോ? ഞാൻ എത്ര സ്നേഹത്തോടെ എൻ്റെ ദൈവത്തിനെ വിളിക്കുന്നു, എല്ലാ ദിവസവും ഞാൻ വിളിക്കുന്നു, രാവിലെയും വൈകുന്നേരവും ഞാൻ മറക്കാതെ ആ സമയത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെങ്കിൽ എനിക്ക് ശരിയാകും. അപ്പം അതായത് ഡോക്ടേഴ്സ് പോലും പറയുന്നത് ഇൻക്യൂറബിളാണ്. ഇൻക്യൂറബിൾ എന്ന് വെച്ചാൽ അതിനെ ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല, അതിനെ നേരാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്ന് കൈ കഴുകി വിട്ട ഒരു സാധനത്തിന് ഇത് നേരെ ആകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലയോ? അതാണ് ഫെയ്ത്ത്, അതാണ് ബ്ലൈൻഡ് ബിലീഫ്. ഇന്നലെ നമ്മൾ കണ്ടു, കണ്ണടച്ചുള്ള വിശ്വാസം, ബ്ലൈൻഡ് ബിലീഫ് അല്ലെങ്കിൽ ഫെയ്ത്ത്. അതായത് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് നോക്കുമ്പം നടക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉൾമനസ്സ് പറയുന്നു, ഒരു ഇന്നർ വോയിസ് അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് ശരിയാകും. അങ്ങനത്തെ ഒന്നുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. അതിൻ്റെ പേരാണ്, അതിൻ്റെ രീതിക്കാണ് ഫെയ്ത്ത് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പം പ്രേയറും ഫെയ്ത്തും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇനിയൊരു അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഈ ഊഡോ ഡോക്ടർ ഇൻ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു ഡോക്ടർ. അതുമാത്രമല്ല, ഈ ലോകത്ത് വേറെ പല സ്ഥലങ്ങളിലും ഇതേപോലത്തെ ഈ ഫെയ്ത്ത് ഹീലിംഗ് ചെയ്തിട്ടുണ്ട്. പണ്ടേ കാലത്തൊക്കെ ഫെയ്ത്ത് ഹീലിംഗാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഫെയ്ത്ത് ഹീലിംഗിൽ എന്ത് ചെയ്യും? കുറേ പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട്
അതിനകത്ത് കുറച്ച് മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് കുറേ വാക്കുകളൊക്കെ പറഞ്ഞ് തിരിച്ചും ഈ മന്ത്ര ഉച്ചാടനം പറഞ്ഞ് എല്ലാം ചെയ്തിട്ട് ബൈ ടച്ചിങ് വിത്ത് സോ കോൾഡ് ബോൺസ്, അതായത് കയ്യിൽ എന്തെങ്കിലും ഒരു കമ്പ് വെച്ചേക്കും, ഒരു തടി വെച്ചേക്കും, ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു വുഡൻ പീസ് വെച്ചേക്കും, അല്ലെങ്കിൽ ഒരു എല്ല് വെച്ചേക്കും. എല്ലെന്ന് വെച്ചാൽ ഒരു ബോൺ, ഒരു ബോൺ വെച്ച് ഈ ബോൺ വന്ന് എന്തുവാ ജീസസിൻ്റെയാണ്, അല്ലെങ്കിൽ വേറെ ജീസസിൻ്റെ താഴെയുള്ള ചില ഇത് സെയിൻറ്റ് പോൾസിൻ്റെയാണ്, അല്ലെങ്കിൽ പല സെയിൻസ് എന്ന് വെച്ചാൽ മഹാത്മാക്കൾ. ഈ മഹാത്മായുടെ നല്ല ഒരു ബോണാണ്, ഇത് വെച്ച് തൊട്ടാൽ നിനക്ക് രോഗം മാറും എന്നൊക്കെ പറഞ്ഞ് ആ ഫെയ്ത്ത് ഉണ്ടാക്കുക, ഒരു മനസ്സിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുക. ഓക്കെ, മനസ്സിന് വിശ്വാസം ഉണ്ടാക്കി അതിനെ വർദ്ധിപ്പിച്ച് ആ അസുഖത്തിനെ മാറ്റിയെടുക്കുക. അതാണ് ഫെയ്ത്ത് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്ക്, ഇത്രയും ഇഫക്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ രോഗിക്ക് നല്ല വിശ്വാസം, ഉറച്ച ഒരു മനസ്സിൻ്റെ വിശ്വാസം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ വിശ്വാസമാണ് ആ പേഷ്യൻറ്റിൻ്റെ അസുഖത്തിനെ മാറ്റിക്കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം ഹൗ ബ്ലൈൻഡ് ഫെയ്ത്ത് വർക്ക്സ് അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. കണ്ണടച്ചുള്ള ഒരു ഇതുകൊണ്ടും നമുക്ക് ഹീലിംഗ് നടക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ സ്വിസ് ഫിസിഷ്യൻ ഫ്രാൻസ് ആൻറ്റൺ മെസ്മറിസം, അദ്ദേഹത്തിൻ്റെ ടൈപ്പിനാണല്ലോ മെസ്മറിസം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങേര് എന്തോ ചെയ്തു, ആദ്യം മാഗ്നറ്റ് കൊണ്ട് അസുഖം പിടിച്ച സ്ഥലങ്ങളിലൊക്കെ മാഗ്നറ്റ് വെച്ച് എടുത്ത് ശരിയാക്കി. പിന്നെ മാഗ്നറ്റിനെ എടുത്ത് കളഞ്ഞു അങ്ങേര്. പിന്നെ ഗ്ലാസ് ഉണ്ടാക്കി, ഗ്ലാസ് കൊണ്ട് ചെയ്തു, പല സാധനങ്ങൾ അദ്ദേഹവും ഈ പരീക്ഷിച്ച് നോക്കുവാണ്. ഓക്കെ, അങ്ങനെ അപ്പോൾ ആ മാഗ്നറ്റും അതും ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു പുതിയ തിയറി ഉണ്ടാക്കി. അതായത് അനിമൽ മാഗ്നറ്റിസം എന്നൊരു പുതിയ തിയറി. ഈ അനിമൽ മാഗ്നറ്റിസത്തിൽ പറയുമ്പം ഒരു മാഗ്നറ്റിക് ഫ്ലൂയിഡ്, ഈ മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്തുവാ, ഗാന്ധശക്തി. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഒരു ഗാന്ധശക്തി ഉള്ള ഒരു ഏരിയ. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് എന്തുവാ, ഈ ഒരു മാഗ്നറ്റിക് ഫ്ലൂ ഇവിടെ ഈ ഡോക്ടർ ഈ മെസ്മറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒരു മാഗ്നറ്റിക് ഫ്ലൂയിഡ് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് വരുന്നു, ഡോക്ടറുടെ ദേഹത്ത്. ആ ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ പുറത്ത് കൈവച്ചെന്ന് വെച്ചാൽ എവിടെ അസുഖമുണ്ടോ അവിടെ തൊടുമ്പോഴത്തേക്ക് ആ മാഗ്നറ്റിക് ഫ്ലൂയിഡ് പ്രപഞ്ചത്തിൽ നിന്ന് ഡോക്ടറുടെ ദേഹത്ത് കയറി, ഡോക്ടറുടെ ദേഹത്തിൽ നിന്ന് അത് ഈസി ആയിട്ട് ആ രോഗിയുടെ അസുഖം പിടിച്ച സ്ഥലത്തോട്ട് അത് പാഞ്ഞു വരുന്നു വെച്ചാൽ ഫ്ലോ നല്ലപോലെ ഈ വെള്ളം ഫ്ലോ ചെയ്യുന്ന പോലെ അത് വരുന്നുണ്ട്. അതിങ്ങനെ ഫ്ലോ ചെയ്ത്, അപ്പോൾ ഇദ്ദേഹം ഒരു 10 നിമിഷം ഇങ്ങനെ കൈവച്ചെന്ന് വെച്ചോളൂ. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ശക്തി ഇങ്ങനെ വന്ന് ഇറങ്ങി ആ പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നു, ആ പേഷ്യൻറ്റ് നേരെയാവുന്നു. അങ്ങനെ ഒരു പുതിയ തിയറി കൊണ്ടുവന്നു. ആദ്യം മാഗ്നറ്റ് വെച്ച് ചെയ്ത ഡോക്ടർ പിന്നെ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് മാഗ്നറ്റിക് ഫ്ലൂയിഡ് മേളിൽ നിന്ന് വരുന്നു, ഇങ്ങനെ പോകുന്നു. അതിന് കണ്ടമാനം ആൾക്കാർ അദ്ദേഹത്തിനെ തേടി വരുമായിരുന്നു. കണ്ടമാനം ആൾക്കാർ അദ്ദേഹത്തിനെ തേടി വന്നു. ഒരുപാട് നന്മകൾ ആളുകൾക്ക്, പബ്ലിക്കിനും ഉണ്ടായി. അപ്പം ഇതാണ് ഫെയ്ത്ത് ഹീലിംഗ്. ഓക്കെ, ഇപ്പം അദ്ദേഹം ആദ്യം മാഗ്നറ്റിലാണ് ഫെയ്ത്ത് വയ്ക്കാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ ആ മാഗ്നറ്റ് തൊടുമ്പം നേരെ ആവുന്നു എന്നുള്ള ഒരു വിശ്വാസം. പിന്നെ മാഗ്നറ്റ് കളഞ്ഞിട്ട് ഇതാ എൻ്റെ പുറത്തൂടെ വരുന്നു, മാഗ്നറ്റിക് ഫ്ലൂയിഡ് വരുന്നു എന്നൊക്കെ പറഞ്ഞു. ആരെങ്കിലും ആ മാഗ്നറ്റിക് ഫ്ലൂയിഡ് കണ്ടിട്ടുണ്ടോ? പ്രപഞ്ചത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പോകുന്നതും ആ ഡോക്ടറുടെ ദേഹത്തു നിന്ന് പേഷ്യൻറ്റിൻ്റെ ദേഹത്ത് അത് ഫ്ലോ ചെയ്യുന്നതും ഓടുന്നതും ഒക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. പക്ഷേ വിശ്വാസം, കണ്ണടച്ച ഒരു വിശ്വാസം, അതാണ് അത് ഒരുപാട് ആൾക്കാരെ
നേരെയാക്കാൻ പറ്റി ഈ ഡോക്ടറിനെ കൊണ്ട്. പിന്നെ പക്ഷേ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു, ഒരുപാട് ആൾക്കാരെ അദ്ദേഹം ചികിത്സിച്ചു, ആളുകൾക്കൊക്കെ ഹാപ്പിയാണ്. പക്ഷേ നമ്മളുണ്ടല്ലോ, ഇത് ഇപ്പം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ പണ്ടേ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് മെസ്മർ പാരീസിലോട്ട് മാറി. ഓക്കെ, അപ്പോൾ അദ്ദേഹം സ്വിസ് ഫിസീഷ്യനാണ്. പാരീസിലോട്ട് മാറിയിട്ട് അവിടെ ഇങ്ങനെ ചികിത്സ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഒരു കമ്മീഷൻ ഉണ്ടാക്കി. കമ്മീഷൻ എന്ന് വെച്ചാൽ 4th പേ കമ്മീഷൻ, 7th പേ കമ്മീഷൻ. കമ്മീഷൻ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്, ഇരുന്ന് മാസക്കണക്കിന് വർഷക്കണക്കിന് അവരതിനെ ചർച്ച ചെയ്ത് അതിൻ്റെ നല്ലതും ചീത്തയും ഒക്കെ എഴുതി അന്നന്നത്തെ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് എല്ലാം എഴുതി അവർ ഒരു നിഗമനത്തിൽ എത്തും. അതാണ് കമ്മീഷൻ്റെ ജോലി. അപ്പം ഈ മെസ്മറിൻ്റെ ഇത്രയും ആൾക്കാർ വരുന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, എല്ലാവരും നേരെയായി പോന്നു, അവരുടെ അസുഖങ്ങളെല്ലാം മാറിപ്പോന്നു. ഇത് എന്തുവാ? അതിൻ്റെ ഉള്ളിൽ അങ്ങേര് മാഗ്നറ്റ് എന്ന് പറയുന്നു, മാഗ്നറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നു. ഇതൊക്കെ എന്തുവാ? സയൻറ്റിഫിക് ആണോ? ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ഗവൺമെൻറ് ഉണ്ടാക്കി. ഓക്കെ, ഗവൺമെൻറ് ഒരു കമ്മീഷൻ ഉണ്ടാക്കി. അതിനകത്ത് വലിയ വലിയ ആൾക്കാരെയെല്ലാം മെമ്പേഴ്സാക്കി. അതിൽ സയൻറ്റിസ്റ്റുണ്ട്, ഡോക്ടേഴ്സുണ്ട്, തെറപ്പിസ്റ്റുണ്ട്, സൈക്കോളജിസ്റ്റ്, സൈക്കിയാട്രിസ്റ്റ്, അങ്ങനെ പല വിഭാഗത്തിലുള്ള ആൾക്കാരെ ഇട്ടാണ് ഒരു കമ്മീഷൻ ഉണ്ടാക്കുന്നത്. അതിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റും ഉണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹം ഇതെല്ലാം അവരപ്പോൾ ആ കമ്മീഷൻ ഇതെല്ലാം അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ചർച്ചയൊക്കെ നടത്തിയിട്ട്, ചർച്ച നടത്താൻ ചിലപ്പം വർഷങ്ങളാകും, എന്നാലും ചർച്ചയിൽ കൂടി അവർക്ക് ഒരു നിഗമനത്തിൽ എത്തും. അതാണ് എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് നോക്കുമ്പം അവരെഴുതിയിരിക്കുന്നത് മാഗ്നറ്റിക് ഫ്ലൂയിഡൊന്നും പ്രപഞ്ചത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പോകുന്നതായിട്ടൊന്നും എവിടെയും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൽപ്പനാശക്തിയിൽ ഉദിച്ച കാര്യങ്ങളാണ്. പക്ഷേ ആയിരക്കണക്കായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നവരെല്ലാം നേരെയായി പോയിട്ടുണ്ട്. അത് സത്യം. അങ്ങനെയാണ് ഈ കമ്മീഷനിൽ എഴുതിയത്. ഓക്കെ, അപ്പം ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോഴും അതിനകത്ത് എന്തുവാ വരുന്നത്? ആ ഫെയ്ത്ത്, ആ വിശ്വാസം തന്നെയാണ് ഇത്രയും പേരെ നേരെയാക്കി അസുഖം മാറ്റി ഹെൽത്തി ആയിട്ട് മാറ്റാൻ, ഹീൽ ചെയ്യാം. ഇത്രയും ആൾക്കാരെ, ലക്ഷക്കണക്കാன ആൾക്കാരെയൊക്കെ ഹീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു കളിച്ച കാര്യമല്ല, ഇല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് തന്നെ അതിശയിച്ചു പോയി ഒരു കമ്മീഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ കമ്മീഷൻ്റെ കാര്യത്തിലും റിപ്പോർട്ടിലും ഫൈനലായിട്ട് പറയുന്നത് ഇതാണ്: നമ്മളൊന്നും സയൻറ്റിഫിക്കായിട്ട് ഒരു ഫ്ലൂയിഡും മേളിൽ നിന്ന് വരുന്നതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ സത്യം തന്നെയാണ്, ലക്ഷം ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നു, അദ്ദേഹം ചികിത്സിക്കുന്നു, അവരെല്ലാം നേരെയായി തിരിച്ചു പോകുന്നു. അത് സത്യം. പക്ഷേ അതിന് സയൻറ്റിഫിക് ബേസിസ് ഒന്നുമില്ല. അതാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം മനസ്സിലായോ ഫെയ്ത്തിൻ്റെ ഡെഫിനിഷൻ എന്തുവാന്ന് വെച്ചാൽ? സയൻസിനെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നടക്കുന്നു. അതാണ് ബ്ലൈൻഡ് ബിലീഫ് ഓർ ഫെയ്ത്ത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കൂടെ ആ പ്രേയറും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആളുകളുടെ അസുഖങ്ങളൊക്കെ മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വീണ്ടും അവർ എടുത്തെടുത്ത് പറയുന്നത്. പക്ഷേ അങ്ങേരെ അവിടുന്ന് നാട് കടത്തി. ഓക്കെ, അത് ഒരു കഷ്ടമുള്ളതാണ്. അദ്ദേഹത്തിനെ അവിടുന്ന് നാട് കടത്തി. എന്താണോ ഈ സയൻറ്റിഫിക് ബേസിസ് ഇല്ലെങ്കിൽ ശരിയല്ല എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഈ സയൻസ്, അതാണ് സ്പിരിച്വാലിറ്റിക്കും സയൻസിനും ഒരുപാട് ദൂരമുണ്ട്. സയൻസിൽ പ്രൂവ് ചെയ്താലേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അതാണ് ബിയോണ്ട് സിക്സ്ത് സെൻസ് എന്ന് പറയുന്നത്.
ഓക്കെ. സോ പിന്നെ അങ്ങേര് 1815 അങ്ങേര് മരിച്ചു. അപ്പം ഈ ഹിപ്നോട്ടിക് സ്ലീപ്പും അദ്ദേഹം മെസ്മർ ചെയ്ത രീതി എന്ന് പറയുന്നത് ഹിപ്നോട്ടിസം തന്നെയാണ്. അതിന് മെസ്മറിസം എന്ന് പേര് വരെ ഇട്ടു അവർ. അപ്പം ഹിപ്നോട്ടിസത്തിൽ പേഷ്യൻറ്റിനെ ഉറക്കി കിടത്തി ആ സമയത്ത് സബ് കോൺഷ്യസ് ലെവലിൽ പോയി സംസാരിച്ച് രോഗിയുടെ മനസ്സിൽ ഒരു അന്ധവിശ്വാസം എന്ന് വെച്ചാൽ കണ്ണടച്ച ഒരു വിശ്വാസം കൊണ്ടുവന്ന് അതുകൊണ്ട് ആ രോഗിയെ ചികിത്സിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് ഡോക്ടർ മർഫി എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പണ്ടേ കാലത്ത് നടന്നതും ശരി, അത് ഇപ്പം വേറെ രീതിയിലാണ് നടക്കുന്നത്. നമുക്കിപ്പം കൂടുതൽ സയൻസിലാണ് വിശ്വാസം. നമ്മളുടെ പ്രാർത്ഥനയിലോ ഈ കണ്ണടച്ച ഒരു ഇതൊന്നുമല്ല. എല്ലാത്തിനും സയൻസ് വേണം. എല്ലാവർക്കും സയൻറ്റിഫിക് പ്രൂഫ് വേണം, ഡേറ്റ വേണം. അതൊന്നും ഇല്ലെങ്കിൽ വിശ്വസിക്കത്തില്ല എന്നുള്ള രീതിക്ക് ഇപ്പം നമ്മൾ വന്നു. എന്നാലും നോക്കാം. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.